നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത സമരം ശക്തമാകുന്നു. ഭരണകൂടങ്ങൾ നയങ്ങൾ തിരുത്തേണ്ടി വരുമെന്ന് CR നീലകണ്ഠൻ. എടമുട്ടം ആൽഫ പെയിൻ ക്ലിനിക്കിന്റെ എടത്തിരുത്തി പഞ്ചായത്ത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ രേവതി വിളക്ക് ഭക്തി നിർഭരം. അശ്വതി കാവുതീണ്ടൽ വ്യാഴാഴ്ച. വാർത്തകൾ വിശദമായി. BOT വ്യവസ്ഥയിൽ ദേശീയപാത 17 വികസിപ്പിക്കുന്നതിനെതിരെയും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ന്യായവില പ്രഖ്യാപിക്കാതെയുമുള്ള അളവെടുപ്പ് തടയുന്നതിനുമായി മതിലകം പുന്നയ്ക്ക ബസാറിൽ നടന്നുവരുന്ന ജനകീയ സമരം ശക്തമാകുന്നു. ഭൂവുടമകളും ആക്ഷൻ കൗൺസിലും ഏതാനും സംഘടനകളും മാത്രമായിരുന്ന സമരസമിതിയിൽ ഇപ്പോൾ നിരവധി രാഷ്ട്രീയ സംഘടനകളും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും രംഗത്തെത്തിക്കഴിഞ്ഞു. ന്യായവില പ്രഖ്യാപിക്കാതെയുള്ള അളവെടുപ്പ് തുടർന്നാൽ ദേശീയപാത ഉപരോധിക്കലും ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾ ആലോചിക്കുകയാണ് സമരസമിതി. അളവെടുപ്പ് ശ്രമം തുടരുന്നതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി സമരപ്പന്തലിൽ നടത്തിയ ജനകീയ സമരസംഗമം CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നിലനിൽപ്പിനായുള്ള ഈ സമരം പരാജയപ്പെട്ടാൽ ജനങ്ങൾക്ക് കയറിക്കിടക്കാൻ ഇടമില്ലാതാകുമെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളും പിന്മാറാതെ സമരരംഗത്തുണ്ടായാൽ ഭരണകൂടങ്ങൾക്ക് നയങ്ങൾ തിരുത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുമായി കൂടിയാലോചിച്ചാലേ സർവേ നടപടികൾ പൂർത്തിയാക്കുകയുള്ളൂവെന്ന് മന്ത്രി നിയമസഭയിൽ പറയുന്നു. എന്നാൽ ജനങ്ങളുമായി ഒരു ചർച്ചയുമില്ലെന്ന് കളക്ടർ പറയുന്നു. ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. കേരളത്തിൽ ഭരണപക്ഷം സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങളെ എതിർക്കാൻ പ്രതിപക്ഷമുണ്ടെന്ന വിശ്വാസം ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റപക്ഷമായ ഇവിടെ ജനങ്ങളാണ് പ്രതിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ ചോദ്യോത്തരം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. നിർബന്ധിച്ച് ഞങ്ങൾ സർവേ നടത്തുകയോ കുഴിയൊടുപ്പിക്കുകയോ ഇല്ല. നിയമസഭയിൽ CK നാണുവിന്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ്. അത് സത്യസന്ധമാണെങ്കിൽ ആദ്യം തന്നെ ഈ നടപടി ഇവിടെ നിർത്തിവെക്കുന്നുണ്ട്. നമ്മളിപ്പോ പറയേണ്ടത്, ഇന്നലെ നിയമസഭയിൽ, നിയമസഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ വാക്കാണ്. നിയമസഭയിൽ പറഞ്ഞാൽ പിന്നെ തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നിർബന്ധമായി മനുഷ്യരെ കുടിയൊഴിപ്പിക്കില്ല എന്ന് വ്യവസായ മന്ത്രി പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കേരളത്തിലെ പോലീസിനും കേരളത്തിലെ സർക്കാരിനും ബാധകമല്ല. പിന്നെ എങ്ങനെയാ നമ്മളെ കുടിയൊഴിപ്പിക്കുന്നത്? പിന്നെ എങ്ങനെയാ നമ്മളിപ്പോ സർവേ നടത്തുന്നത്? ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ സർവേ നടത്തൂ എന്ന് മന്ത്രി നിയമസഭയിൽ പറയുകയും ഒരു കാലത്തും ജനങ്ങളുമായി യാതൊരു ചർച്ചയുമില്ല എന്ന് കളക്ടർ തൃശ്ശൂരിൽ നിന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏത് ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്? ഒന്നുകിൽ ആ കളക്ടർ നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചെന്ന് പറയണം. ഇവിടുത്തെ പോലീസ് നടപടി പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. ഇന്നലത്തെ വ്യവസായ മന്ത്രിയുടെ നിയമസഭയിലെ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. AG ധർമ്മരത്നം അധ്യക്ഷനായി. ആക്ഷൻ കൗൺസിൽ സംസ്ഥാന ജനറൽ കൺവീനർ TK സുധീർ കുമാർ, TK വാസു, TL സന്തോഷ്, MK അസ്ലം, ND വേണു, MK സിദ്ദിഖ്, PA കുട്ടപ്പൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രവിപ്രകാശ്, SJD തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീർ G കൊല്ലാറ എന്നിവരും പ്രസംഗിച്ചു. പുന്നയ്ക്ക ബസാറിൽ ഏപ്രിൽ 2 ആരംഭിച്ച പരിപാടികൾ 8ാം ദിവസവും തുടരുകയാണ്. ഭൂമി നഷ്ടപ്പെടുന്ന കുടുംബങ്ങളിലെ നിരവധി സ്ത്രീകളും കുട്ടികളും സമരസമിതി പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് സമരപ്പന്തലിൽ കാത്തിരിപ്പ് സമരം നടത്തുന്നത്. മതിലകം പുന്നയ്ക്ക ബസാറിൽ നടക്കുന്ന ദേശീയപാത അളവെടുപ്പ് തടയൽ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ സെക്രട്ടറി ചന്ദ്രാപിന്നി സ്വദേശി KK ഷാജഹാനെയാണ് മതിലകം പോലീസ് പിടികൂടിയത്. ബുധനാഴ്ച വൈകിട്ട് കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോടതി ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടയച്ചു. നേരത്തെ സമരത്തിൽ പങ്കെടുത്തതിന് കാക്കര ബാലകൃഷ്ണനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2 ദിവസങ്ങളിലായി നടന്ന സമരത്തിൽ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തിയതിന് 200ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് നടപടികൾ ഇനിയും തുടരുമെന്നാണ് സൂചന. ഗണേഷ് യാമിനി കുടുംബ പ്രശ്നം പോലെയുള്ള ഇക്കിളിക്കഥകൾ ആഘോഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഭരണപ്രതിപക്ഷങ്ങൾ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേമ G പിഷാരടി പ്രസ്താവിച്ചു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മതിലകത്ത് നടന്ന പ്രകടനത്തിന് ശേഷം യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ പ്രസിഡന്റ് KG മോഹനൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി പുതിയകാവ് സംസാരിച്ചു. ജാമ്യത്തിലിറങ്ങിയ KK ഷാജഹാൻ, ബാലകൃഷ്ണൻ കാക്കര എന്നിവർക്ക് സ്വീകരണം നൽകി.
ജനകീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സമര പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സ്ഥലമെടുപ്പുമായി മാത്രമല്ല, ജനങ്ങൾ അനുഭവിക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന രണ്ട് മുന്നണികളും തയ്യാറാകുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ സമരരംഗത്തിറങ്ങുകയും ആ സമരത്തിന്റെ ഫലമായി ജനങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടന്നുപോയിട്ടുള്ളത്. പെരിഞ്ഞനം വിവിധോദ്ദേശ സഹകരണ സംഘത്തിന് കീഴിൽ താടിവളവിൽ ആരംഭിച്ച നന്മ സ്റ്റോർ KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KV ചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, PK അറുമുഖൻ, സായിദ മുത്തുക്കോയത്തങ്ങൾ, KK കാർത്തികേയൻ, നിഷാദ്, VT രാധാകൃഷ്ണൻ, KC പ്രദോഷ് കുമാർ എന്നിവരും സംസാരിച്ചു. എടമുട്ടം ആൽഫ പെയിൻ ക്ലിനിക്കിന്റെ എടത്തിരുത്തി പഞ്ചായത്ത് തല കേന്ദ്രം ചന്ദ്രാപിന്നി ആലുവത്തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചു. മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ സമൂഹത്തിലെ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള നിർധനരായിട്ടുള്ള രോഗികളുടെ സേവനത്തിനായിട്ട് ഇന്ന് ഇവിടെ തുറക്കപ്പെടുകയാണ്. ആൽഫയുടെ സേവനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ഇത്തരുണത്തിൽ നമ്മളൊന്ന് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. വളരെ നൂതനമായിട്ടുള്ള സംരംഭങ്ങളുമായിട്ട് മറ്റു പാലിയേറ്റീവ് കെയറിൽ നിന്നും വളരെ വിഭിന്നമായിട്ടുള്ള ആശയങ്ങളോട് കൂടിയിട്ടാണ് ഈ പ്രസ്ഥാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ജീവനാഡി ആയിട്ടുള്ള ചെയർമാൻ ശ്രീ നൂർദീനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്താരാമൻ, വാർഡംഗം രത്നാചന്ദ്രൻ, KK സുഗതൻ, സാജൻ മാത്യു, ഡോക്ടർ ജോസ് ബാബു, പ്രതാപൻ മേനോത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും ഉണ്ടായിരുന്നു. കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മൂടൽ മഞ്ഞിൽ കുളിരുള്ള പുലരിയിൽ പാരി പാരിയും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ വരവായി നീ ആയിഷ തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ വിട്ട് 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 പോകാതെ എന്ന് ചുറ്റിയിടാമോ നിന്നെ നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷയായി. VR വിജയൻ, KV സുകുമാരൻ, ശ്രീദേവി മാധവൻ, ലിജി നിതിൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.